നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 17-ാം തീയതി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനും ദർശനത്തിനുമായി ഗുരുവായൂരിൽ എത്തുന്ന മോദി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തും. 1 മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചെലവഴിക്കും. വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സജ്ജമാക്കുന്ന ഹെലിപാഡിൽ രാവിലെ 10:17 എത്തിച്ചേരും. ആദ്യമായാണ് പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിലെത്തുന്നത്. കളക്ടർ VR കൃഷ്ണതേജ, റൂറൽ പോലീസ് മേധാവി നവനീത് ശർമ്മ, കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷ് N ശങ്കർ, വലപ്പാട് CI KJ സുശാന്ത് എന്നിവരാണ് നേതൃത്വത്തിൽ സുരക്ഷ വിലയിരുത്തിയത്. SPGയുടെ ചുമതലയുള്ള സുരേഷ് രാജ് പുരോഹിത് വലപ്പാട് സ്റ്റേഷനിലെത്തി ചർച്ച നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ C അനിൽകുമാർ, ദേവസ്വം മാനേജർ AP സുരേഷ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. അയോധ്യ പ്രതിഷ്ഠയ്ക്ക് മുൻപുള്ള സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. തൃപ്രയാറിൽ നരേന്ദ്രമോദിയെ ക്ഷണിച്ചതാകട്ടെ ക്ഷേത്ര തന്ത്രിയായ തരണല്ലൂർ പടിഞ്ഞാറെ മന പത്മനാഭൻ നമ്പൂതിരിപ്പാടാണ്. ജനുവരി 1-നാണ് കത്തയച്ചത്. ശ്രീകൃഷ്ണൻ പൂജിച്ച വിഗ്രഹമാണ് പ്രതിഷ്ഠയെന്നാണ് വിശ്വാസമെന്നും ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ വിഗ്രഹങ്ങൾ ഒരേ സമയം കടലിൽ നിന്ന് ലഭിച്ച് പ്രതിഷ്ഠിച്ചതാണെന്നും കത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇതേ മുഹൂർത്തത്തിൽ 2 വിവാഹം കൂടി നടത്താൻ ഗുരുവായൂർ ദേവസ്വത്തിന്റെ അനുമതി നൽകി. ക്ഷേത്രത്തിലെ 4 മണ്ഡപങ്ങളിൽ ആദ്യത്തേതിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുക. രണ്ടാമത്തെ മണ്ഡപം ഒഴിച്ചിടും. 3ഉം 4ഉം മണ്ഡപങ്ങളിലാണ് ഈ സമയം വിവാഹങ്ങൾക്ക് അനുമതി. ഇതിനായി പ്രത്യേകം അപേക്ഷ പോലീസിന് നൽകണം. അനുമതി ലഭിക്കുന്നവർ ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ ആധാർ കാർഡ് പകർപ്പ് ഉൾപ്പെടെ നൽകി പാസ് വാങ്ങണം. കോവിഡിനുള്ള RT-PCR ടെസ്റ്റും നടത്തണം. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയ്ക്കുള്ള SPG ADGP സുരേഷ് രാജ് പുരോഹിതിന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി രാവിലെ 6 മുതൽ 9 വരെ നടക്കേണ്ട എല്ലാ വിവാഹങ്ങളുടെയും സമയം മാറ്റാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വിവാദമായതോടെയാണ് പുതിയ ക്രമീകരണം. 8 വരെ ക്ഷേത്രത്തിൽ ചെലവഴിക്കുന്ന പ്രധാനമന്ത്രി തുടർന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. 9:30 മടങ്ങും. സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി രാവിലെയുള്ള പൂജകൾ 7 മണിയോടെ പൂർത്തിയാക്കും. SPG സംഘം ഇന്നലെ ക്ഷേത്രത്തിനകത്ത് പരിശോധന നടത്തി. മാവേലിക്കര സ്വദേശിയായ ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ വരൻ. സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് ഇക്കഴിഞ്ഞ ജൂലൈയിൽ വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടത്തിയിരുന്നു. ജനുവരി 20-ന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് വിവാഹ സൽക്കാരം. മാവേലിക്കര സ്വദേശികളായ മോഹന്റെയും ശ്രീദേവിയുടെയും മകനാണ് ബിസിനസ്സുകാരനായ ശ്രേയസ്. സുരേഷ് ഗോപിയുടെ മൂത്ത മകളാണ് ഭാഗ്യ. നേരത്തെ വിവാഹത്തിന് നരേന്ദ്രമോദിയെ ക്ഷണിക്കാൻ സുരേഷ് ഗോപി കുടുംബം ഡൽഹിയിലെത്തിയിരുന്നു. ഭാര്യ രാധികയ്ക്കും മകൾ ഭാഗ്യയ്ക്കുമൊപ്പമാണ് സുരേഷ് ഗോപി വിവാഹ ക്ഷണക്കത്ത് മോദിക്ക് കൈമാറിയത്. കൂടിക്കാഴ്ചയിൽ സ്വർണ്ണ നിറമുള്ള താമരയുടെ രൂപം കുടുംബം പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചിരുന്നു. പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപായി ഭക്തരെ 1 മണിക്കൂറെങ്കിലും ക്ഷേത്രത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കും. രാവിലെ 6 മുതൽ പ്രധാനമന്ത്രി മടങ്ങുന്നത് വരെ ക്ഷേത്രത്തിലേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല.